ഫുസാരിയം ഗ്രാമിനേറിയം എന്ന് പറയുന്ന ഫംഗസ്. ചൈന ഉദ്ദേശിക്കുന്നത് അഗ്രോ ടെററിസം ആണെന്ന് ഇന്റർനാഷണൽ മീഡിയയും നാഷണൽ മീഡിയയും ഉൾപ്പെടെ വെളിപ്പെടുത്തുന്നു. അത് തന്നെയാണ് അവരുടെ ഉദ്ദേശവും. അഗ്രികൾച്ചറൽ ഭീകരവാദം. അതിന് ചൈന ശ്രമിക്കുമ്പോൾ അമേരിക്കയിൽ നിന്ന് അത് ഇന്ത്യയിലേക്ക് എത്താൻ വലിയ ദൂരമില്ല പ്രശാന്ത് സാർ. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നതും അത് തന്നെയാണ്. പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് ഈ ഫുസാരിയം ഗ്രാമിനേറിയം ചൈന എത്തിക്കുമോ? നമ്മളത് ആശങ്കയോടുകൂടി കാണേണ്ട ഒരു കാര്യം. ഇപ്പം ഇന്നലെ ഈ പറയുന്നത് പോലെ അമേരിക്കയിൽ രണ്ട് ചൈന വംശജരെ പിടിച്ചിരിക്കുന്നു. ഈ പറയുന്ന ഫംഗസ്, ഫുസാരിയം എന്ന് പറയുന്ന ഫംഗസ്, അത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഫംഗസ് ആണ്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയെ തകർക്കുക. അതായത് നമ്മൾ ഈ ടെററിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ യുദ്ധം എന്ന് പറയുന്നത് ആയുധം കൊണ്ട് മാത്രമുള്ള യുദ്ധമല്ല. അത്തരത്തിലൊരു യുദ്ധമായിരുന്നോ കൊറോണ എന്നുള്ള രീതിയിലേക്ക് അന്ന് ചർച്ച വന്നതാണ്. ആണ് എന്നുള്ള രീതിയിൽ കൊറോണ ആദ്യത്തെ ട്രംപ് അന്ന് ആദ്യത്തെ പ്രാവശ്യം ഇരിക്കുമ്പോഴാണല്ലോ ചൈന കൊണ്ടുവന്നതാണ്. ചൈന ലോകത്തെ സാമ്പത്തികമായിട്ട് തകർക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ് പറഞ്ഞത് വലിയ ആരോപണം വന്നു. അപ്പൊ കൊറോണയുടെ പ്രഷറിൽ അന്ന് നിന്നതുകൊണ്ട് പല രാജ്യങ്ങൾ ഇത് ഗൗരവമായിട്ട് എടുത്തു. പക്ഷെ അതിനുള്ള സമയം അന്നില്ലായിരുന്നു. പിന്നെ അതിനകത്ത് ചൈന അന്ന് മെഡിസിൻ വിറ്റ് കാശുണ്ടാക്കി. അവന്റെ പച്ചവെള്ളം വന്ന് പിന്നെ അവസാനം മനസ്സിലായി അതിന്റെ കൂടെ അമേരിക്കൻ കാശുണ്ടാക്കി, നമ്മൾ കാശുണ്ടാക്കി, കാരണം മെഡിസിൻ വിറ്റ്. പക്ഷെ അന്ന് ഈ ലോകത്തെ പുറകോട്ട് നയിച്ച അല്ലെങ്കിൽ ഇക്കണോമിക്കൽ ഗ്രോത്തിൽ അന്ന് പുറകോട്ട് പോയതിനകത്തു നിന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഉള്ളൂ കുറച്ചെങ്കിലും മെച്ചമാക്കിയിട്ടുള്ളൂ. ബാക്കി പല രാജ്യങ്ങളിൽ നിന്നും ആ ഒരു ആഘാതത്തിനകത്തുനിന്ന് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ മുക്തരായിട്ടില്ല. അറിയാം. അപ്പം ഇതുപോലെയുള്ള യുദ്ധം എന്ന് പറയുന്നത് പല രീതിയിൽ ചെയ്യാറുണ്ട്. അപ്പം ഈ ടെററിസം അഗ്രോ ടെററിസം എന്ന് പറയും, ഭീകരവാദം. ഇപ്പം അമേരിക്കയിലാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇവരെ പിടിച്ചില്ല, അല്ലെങ്കിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ അമേരിക്കയിൽ ഈ പറയുന്ന വൈറസിനെ പടർത്തുന്നതിന് വേണ്ടി അത് എവിടെയെങ്കിലും കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഡംപ് ചെയ്താൽ മതി. കാർഷിക മേഖല ഇത് അവർക്ക് ഗോതമ്പ് ഉൽപാദനവും അല്ലെങ്കിൽ മറ്റ് എന്തൊക്കെ ഉൽപാദനം ഉണ്ടോ നമുക്ക്, അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഗോതമ്പാണ്, ഈ മേഖലയിൽ മൊത്തം വ്യാപിച്ചു കഴിയുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് നാശനഷ്ടം ഉണ്ടാവും. ഒന്ന് അവരുടെ സാമ്പത്തികമായിട്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. രണ്ട്, ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ആ കാർഷിക മേഖലയോട് അനുബന്ധിച്ചിരിക്കുന്ന എല്ലാം തകിടം മറിയും. അല്ലെങ്കിൽ അതിന്റെ ഫുഡ് പ്രൊഡക്ഷൻ തകിടം മറിയും. ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി അവർക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനകത്ത് കുറവ് വരും. അതിന്റെ കയറ്റുമതി ഇറക്കുമതി എല്ലാം ആ മേഖലയിലെല്ലാം കുറവ് വരും. ഇതിന്റെ ടോക്സൈഡ് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആണെന്ന് പറയും. ഇത് കാർഷിക മേഖലയിൽ നിന്ന് വ്യാപിച്ച് ജന്തുക്കളിലേക്ക് വ്യാപിക്കും. കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ജന്തുക്കളെന്ന് പറഞ്ഞാൽ പശുക്കള്, അല്ലെങ്കിൽ മറ്റ് ആദ്യം പശു, അതിനുശേഷം ഇത് മനുഷ്യരിലേക്ക് ബാധിക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് വളരെ കുറഞ്ഞ സമയം കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഇത് പടർന്ന് പന്തലിച്ച് കാർഷിക മേഖലയെ തകർക്കും. ഈ പറയുന്ന അതിനോടനുബന്ധിച്ചിരിക്കുന്ന ഈ പറയുന്ന ക്ഷീരമേഖലയെ തകർക്കും എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം മനുഷ്യരാശിയെ മൊത്തവും ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക് പോകും. അതായത് ഒരു രാജ്യത്തെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വരുന്നതിന് മുമ്പ് ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ടെററിസം അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു ആക്ടിവിറ്റി ചൈന പണ്ടും ചെയ്യുന്നുണ്ട്. ചൈനയുടെ ചതി പല കാര്യത്തിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിലേക്കുള്ള ഒരു നീക്കം, അപ്പൊ അത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു ചോദിച്ചാൽ, ഇതുപോലുള്ള ഫംഗസ് ഈ പറയുന്നത് പല രാജ്യങ്ങളും ഈ അവരുടെ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ലോകത്തുനിന്ന് മാറ്റിയിട്ടുള്ള വസൂരി ഉൾപ്പെടെ, അല്ലെങ്കിൽ ഇതുപോലെ കൊറോണ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഉള്ള ഫംഗസുകൾ ഇപ്പോഴും ഓരോ രാജ്യങ്ങളും ഇതുപോലെ അതിന്റെ ഒരു, അല്ലെങ്കിൽ അത്തരത്തിൽ അണുക്കളെ അല്ല വൈറസിനെ അല്ലെങ്കിൽ ഇതുപോലെ ഫംഗസിനെയൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇവരുടെ ലാബുകളിൽ. അന്ന് ലാബിൽ സൂക്ഷിച്ചു വെച്ചത് ചൈനയിൽ നിന്ന് പുറത്തു പോയതാണെന്നാ പറയുന്നത് ഈ കൊറോണ എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഇതിനെ ഇപ്പൊ തന്നെ വസൂരി എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്ലേഗ് എന്ന് പറയുന്ന വൈറസ് നമ്മുടെ രാജ്യത്തുനിന്ന് പോയതാ, അല്ലെങ്കിൽ അത് ഇല്ലായ്മ ചെയ്ത ഇതിന്റെ വൈറസിനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അമേരിക്ക, അല്ലെങ്കിൽ ചൈന, അല്ലെങ്കിൽ ഇന്ത്യ. ഇപ്പൊ നമുക്കൊരു രാജ്യത്ത് ഇത് കൈകാര്യം ചെയ്യണമെങ്കിൽ ഈ പ്ലേഗ് എന്ന് പറയുന്ന എലിയിൽ കൂടിയാണല്ലോ പോരുന്നത്. നമ്മളൊരു എലിക്കകത്ത് ഈ പ്ലേഗിന്റെ വൈറസിനെ വീണ്ടും കുത്തിവെച്ചിട്ട് ഇതുപോലെ നമ്മുടെ രണ്ട് ആൾക്കാർ, ഇന്ത്യയിൽ നിന്ന് രണ്ട് പ്രതിനിധികൾ നമ്മുടെ ശത്രു രാജ്യത്ത് കൊണ്ട് ഇത് അവിടെയൊക്കെ ഇതിനെ 3-4 എണ്ണത്തിനെ വിടുക. ഈ എലി എവിടെ പോവും? ബാക്കിയുള്ള അതിനകത്തുള്ള എലിയുടെ അടുത്ത് പോയിട്ട്, അല്ലെങ്കിൽ ഇതിങ്ങനെ പകർത്തി മൊത്തമായി വീണ്ടും ഇത് മനുഷ്യരിലേക്ക് പകർന്ന്, അപ്പം ഇതിന്റെ വീണ്ടും മനുഷ്യരാശിക്ക് കുഴപ്പം സംഭവിക്കത്തില്ലേ? അപ്പം അതുപോലെ വസൂരിയാണെങ്കിൽ അപ്പൊ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പറ്റത്തില്ല. അപ്പം അതേ രീതിയിലേക്കുള്ള
അതാണെങ്കിൽ മനുഷ്യന്റെ ആണെങ്കിൽ ആദ്യമേ കൂടുതലായിട്ട് ശ്രദ്ധിക്കും. ഇതാകുമ്പോൾ ശ്രദ്ധിച്ചു വരുമ്പോഴത്തേക്കും മനസ്സിലാക്കി വരുമ്പോഴത്തേന് ആ രാജ്യം എക്കണോമിക്കലി അല്ലെങ്കിൽ ഈ പറയുന്ന കാർഷിക മേഖലയൊക്കെ പൂർണ്ണമായിട്ടും നശിച്ചിരിക്കും. പിന്നെ ഇത് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി വലിയ പ്രയാസവും അല്ലെങ്കിൽ പഴയ അവസ്ഥയിൽ എത്തുന്നതിന് വേണ്ടി വലിയ പ്രയാസവും അല്ലെങ്കിൽ എത്ര കാലത്തെ പ്രയത്നവും ഒക്കെ വേണ്ടി വരും. അപ്പം ഈ പറയുന്ന വൈറസ് അല്ലെങ്കിൽ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വൈറസ് കോടാനുകോടി രൂപയുടെ നാശനഷ്ടങ്ങൾ പല രാജ്യങ്ങളിലും ഉണ്ടാക്കിയിട്ടുള്ള വൈറസ് ആണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വൈറസ് ആണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്നത് ഇത് ഭീകരവാദി ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ കയ്യിലെത്തിച്ചാൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉള്ള ഗ്രൂപ്പുകളുടെ കയ്യിലെത്തിച്ചാൽ, എത്ര രാജ്യങ്ങൾ മാത്രമല്ല ഗ്രൂപ്പുകളുടെ കയ്യിലെത്തിച്ചാൽ പ്രധാനമായിട്ടും നമ്മൾ ഇന്ത്യയിൽ ഇതിനകത്ത് എങ്ങനെ വരുമോ എന്നുള്ളതാണല്ലോ നമ്മൾ ചോദിച്ചത്. ഇന്ത്യയിൽ എത്താം. ഇപ്പൊ പാകിസ്ഥാനുമായിട്ടുള്ള വിഷയത്തിന് ശേഷം ഒരു രീതിയിൽ നമ്മളെ തിരിച്ച് സൈനികമായിട്ട് ആക്രമിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ആക്രമിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആക്രമിക്കും. ഏത് രീതിയിലൊക്കെ നമ്മളെ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ മാർഗം എല്ലാം ഏറ്റെടുക്കുന്ന രാജ്യമായിട്ടുള്ള പാകിസ്ഥാന്റെ കയ്യിൽ ഇത്തരത്തിലൊരു വൈറസ്, ഇവർ തമ്മിലുള്ള ബന്ധവും അറിയാമല്ലോ, ചൈനയായിട്ടുള്ള ബന്ധം, വൈറസ് കൊടുത്തു വിട്ടിട്ട് ഇന്ത്യയിലേക്ക് കയറ്റി വിടാൻ പറഞ്ഞാൽ ചൈന ഇത് കണ്ടുപിടിച്ചു. രണ്ടുപേരെ പിടിച്ചു. ഇനി എത്ര പേരെ അതിനകത്ത് കയറിയിട്ടുണ്ടെന്നും എത്ര ആൾക്കാർ ഉണ്ടായിട്ടുണ്ടെന്നും എത്ര പേരെ പിടിക്കാനുണ്ടെന്നും ഒക്കെ നമുക്കറിയത്തില്ല. രണ്ടുപേരെ പിടിച്ചപ്പോൾ നമ്മളതിലുണ്ട്. രണ്ടുപേരെ ഉള്ളോ? അപ്പൊ നമ്മുടെ ഇന്ത്യയിലേക്ക് കടത്തിവിട്ട, ഇന്ത്യ കാർഷിക മേഖലയുടെ വലിപ്പം നമുക്കറിയാമല്ലോ. കാർഷിക മേഖല വളരെ കൂടുതലായിട്ടുള്ളതും കൃഷിക്കാർ കൂടുതലായിട്ടുള്ളതും അത് നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിന് വലിയ സ്വാധീനത്തിൽ വരുന്നതും ഒക്കെയാണ്. അപ്പൊ അമേരിക്ക പോലുള്ള ഒരു കമ്പനി കണ്ടുപിടിക്കുന്നു ഇന്ത്യയിൽ അവിടെ 30 കോടിയാണെങ്കിൽ ഇവിടെ 140 കോടിയാണ്. അതിർത്തി നമുക്ക് ഈ പറയുന്നത് പോലെ എത്ര സംരക്ഷിച്ചാലും നമ്മുടെ അതിർത്തി കടന്ന് ഭീകരവാദികൾ ഇവിടെ കയറുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് അതിന്റെ കയറുന്നുണ്ടെന്നുള്ളൊരു തെളിവാണല്ലോ പഹൽഗാമിൽ സംഭവിച്ചത്. അപ്പം ഇവിടെ കയറി ഇതുപോലെ ഒരു ടെററിസോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഭീകരവാദികൾ കൊണ്ടുവന്ന് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ഈ ഫംഗസിനെ ഇത്തരത്തിൽ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനൊന്നും പാടില്ല. അപ്പം നീ ഇത് ചോദിച്ചതുപോലെ അമേരിക്കയിൽ എത്താമെങ്കിൽ വളരെ വേഗത്തിൽ ഇന്ത്യയിൽ എത്തിക്കാൻ സാധിക്കത്തില്ലേ? കാരണം ഇതിന്റെ പുറകിൽ നിൽക്കുന്നത്, അമേരിക്കയിൽ എത്തിക്കാൻ വേണ്ടി ഇതിന്റെ പുറകിൽ നിൽക്കുന്നത് ചൈനയാണെങ്കിൽ ആ ചൈന പകൽഗാമിന് ശേഷമുള്ള സിന്ധുവിന്റെ തിരിച്ചടിയിൽ ഈ പറയുന്ന പാകിസ്ഥാന്റെ കൂടെ നിൽക്കുകയും ഇന്ത്യയെ ഒന്ന് നശിച്ചു കാണുന്നതിനും അല്ലെങ്കിൽ ഇന്ത്യയുടെ വളർച്ചയിൽ ഏതെല്ലാം രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒക്കുമോ ആ രീതിയിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മുടെ അതിർത്തി കടന്ന് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങൾ പിടിച്ചെടുക്കാൻ നിൽക്കുമോ ഒക്കെ ചെയ്യുന്ന ഈ ദുഷ്ടബുദ്ധി ഏറ്റവും കൂടുതലായിട്ടുള്ള ചൈന ഇത് ഇന്ത്യയിലേക്ക് കടത്തിവിടാൻ പാകിസ്ഥാനികളെ ഉപയോഗിച്ചാലോ ടെററിസ്റ്റുകളെ ഉപയോഗിച്ചാലോ അതിശയപ്പെടാനല്ലോ. അപ്പൊ ഇന്ത്യയൊക്കെ ഈ ഒരു ഇതിന് ശേഷം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഇപ്പൊ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ സംഭവിച്ചതിന് ശേഷം വളരെ ആശങ്കയോട് കൂടിയും അല്ലെങ്കിൽ വളരെ കരുതലോട് കൂടിയുമായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ അതിന് മാർഗമുള്ളൂ. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു പ്രശ്നം വന്നാൽ എക്കണോമിക്കൽ ഗ്രോത്തിൽ അടുത്ത ദിവസങ്ങളിൽ 4-മതും 2030 നമ്മൾ 3-മതും 2-മതും 2050 ലോകത്ത് 1-മത് വരെ എത്തുന്നതിന് വേണ്ടി സാധ്യതയുള്ളതും അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം, അതിന് സാധ്യത ഒരുപക്ഷെ യുദ്ധം നടന്നാൽ പോലും ആ എക്കണോമിക്കൽ ഗ്രോത്തിൽ യുദ്ധത്തിന് ശേഷം 1-മത് വരാൻ, 3-ാം ലോകമഹായുദ്ധത്തിന്റെ കാര്യം ഞാനീ പറഞ്ഞത്, ഏതെങ്കിലും രീതിയിൽ സംഭവിച്ചാൽ അതിനുശേഷം 1-മത് നിൽക്കാൻ സാധ്യതയുള്ള രാജ്യം ഇനി ഇന്ത്യ ആണെന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ആ രാജ്യത്തിനകത്ത് ഇത് കടത്തിവിടാൻ, കാരണം ഈ പഠനങ്ങളും കാര്യങ്ങളും ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്തും ഇന്ത്യയുടെ മൊത്തത്തിൽ ആഗോളമായിട്ടുള്ള വളർച്ച, സാമ്പത്തികമായിട്ട് മാത്രമല്ല സൈനികമായിട്ടും എല്ലാ മേഖലയിലും, ബഹിരാകാശ മേഖലയിലായാലും ശരി, എല്ലാം മറ്റേ സാങ്കേതിക വിദ്യയിലായാലും ശരി, എല്ലാ മേഖലയിലുമുള്ള വളർച്ച വലുതായതുകൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പം ഈ താരിഫും മറ്റു വിഷയങ്ങളും ഒക്കെ ആയിട്ട് ചൈനയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ അമേരിക്ക ശ്രമിച്ചപ്പോൾ അമേരിക്കയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ചൈന, അല്ലെങ്കിൽ അത്തരത്തിൽ മാനസികാവസ്ഥയുള്ള ചൈന നമ്മളെ ശത്രുവായിട്ട് കാണുകയും എന്നും നമ്മളെ ഉപദ്രവിക്കാൻ മാർഗം നോക്കിയിരിക്കുകയും ചെയ്യുന്ന ചൈന ഇത്തരത്തിൽ ഓപ്പറേഷൻസ് പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങളെ ഉപയോഗിച്ചും അല്ലെങ്കിൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെയൊക്കെ ഉപയോഗിച്ചും ഇന്ത്യയിൽ നടത്താൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി ആ കാര്യങ്ങൾ നിരീക്ഷിച്ച് വരുന്ന ഒരു ഇന്ത്യയായിരിക്കും ഇപ്പോ ഉള്ളത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഫുസാരിയം ഗ്രാമിനേറിയം എന്ന് പറയുന്ന ഫംഗസ് ഉപയോഗിച്ച് അഗ്രോ ടെററിസത്തിന് കോപ്പ് കൂട്ടുകയാണ് ചൈന എന്ന് വേണം കരുതാൻ. അതിന്റെ ഒരു തുടക്കമായിരുന്നു അമേരിക്കയിൽ നിന്നും ആദ്യമേ തന്നെ പൊക്കിയത്. പക്ഷേ ഇത് ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിലേക്ക് എത്തിയാൽ കൃഷിയിൽ നിന്ന് മൃഗങ്ങളിലേക്ക്, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക്, അങ്ങനെ ഒരു വ്യാപനമാണ് ഈ ഫംഗസ് വഴി ഉണ്ടാവുക. മാരക രോഗങ്ങൾ ഉൾപ്പെടെ ഉണ്ടായേക്കാം എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. പക്ഷേ ഔദ്യോഗികമായി ഇതിനൊരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല.
എന്തായാലും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.